രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 3910 വോട്ടുകളാണ്. വടകരയിലെ ഷാഫി പറമ്പിലിന്റെ ലീഡ് 20,331 ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ ലീഡ് കുറയുകയാണ്, 908 കുറഞ്ഞിരിക്കുന്നു. അതായത് ആലത്തൂരിൽ കാണുന്നത് പോലെ തന്നെ ആറ്റിങ്ങലിലും അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ്. ആലത്തൂരിൽ ഇപ്പോ കെ രാധാകൃഷ്ണനാണ് മുന്നിലെങ്കിൽ ആറ്റിങ്ങലിൽ UDF ആണ്, അടൂർ പ്രകാശാണ് മുന്നിൽ. പക്ഷേ അവിടെ വി ജോയ് അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നു. കോഴിക്കോട് MK രാഘവന്റെ ലീഡ് 44,800. അതായത് MK രാഘവനെ മറികടക്കാൻ ഇനി ഇളമരം കരീമിന് സാധ്യമാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് MK രാഘവൻ ലീഡ് തുടരുകയാണ്. 44,831. UP-യിൽ ദമ്പതികളുടെ ലീഡ് വരികയാണ്. UP-യിൽ അഖിലേഷ് യാദവിന്റെ ലീഡ് 37,000 കടന്നിരിക്കുന്നു. ഡിംപിൾ യാദവിന് 45,000. കെ സുധാകരന് ലഭിച്ച ആകെ വോട്ടുകൾ 1,00,000 കടന്നിരിക്കുന്നു. ഇപ്പോൾ ഭൂരിപക്ഷം, അതായത് ലീഡ് 20,958 വോട്ടുകൾക്കാണ് കെ സുധാകരന്റെ ലീഡ്. ഒരു ഘട്ടത്തിലും ലീഡ് നിലനിർത്താതെയാണ് ആരിഫ് ഇപ്പോൾ ആലപ്പുഴയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി 1,00,000 കടന്നുവെന്ന് പറഞ്ഞവരുടെ ശ്രദ്ധയിലേക്ക് അമിത്ഷാ ഗാന്ധിനഗറിൽ 2,00,000 ഭൂരിപക്ഷവുമായി രാജ്യത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. ഇപ്പോൾ ആദ്യ 4 റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അമിത്ഷാ ഗാന്ധിനഗർ 2 lakhs. പത്തനംതിട്ടയിലെ വോട്ടെണ്ണൽ 3 റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. KC വേണുഗോപാലന്റെ ലീഡ്, അതായത് ആലപ്പുഴയിലേക്ക് തിരികെ വരികയാണ് ഞാൻ. 16,891 വോട്ടുകൾക്ക് KC വേണുഗോപാൽ ലീഡ് ചെയ്യുകയാണ്. പത്തനംതിട്ടയിലെ വോട്ടെണ്ണൽ 3 റൗണ്ട് പൂർത്തിയാകുമ്പോഴും UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. ഒരു ഘട്ടത്തിലും ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ ലീഡ് കുറഞ്ഞിട്ടില്ല. ആരിഫിന്റെ ലീഡുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. KC വേണുഗോപാലിന്റെ ലീഡ് 16,000. ഇതാ മൂർഷിദാബാദ് സീറ്റിൽ CPM മുന്നിലാണ്, മുഹമ്മദ് സലീം മുന്നിലാണ്. അവിടെ ബംഗാളിൽ തകർന്നടിഞ്ഞ CPM-ന് പുതിയൊരു കനൽത്തരി ഉണ്ടാവുകയാണോ എന്ന് സംശയിച്ചു. ഇപ്പോൾ മുർഷിദാബാദിൽ മുഹമ്മദ് സലീം മുന്നിലാണ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് 5,979 വോട്ടുകൾക്ക് മുന്നിലാണ്. മുർഷിദാബാദിൽ മുഹമ്മദ് സലീം 963 ചെറിയ വോട്ടുകളുടെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു വിവരം, വാരാണസിയിൽ മോദിയുടെ ലീഡ് 436 വോട്ടാണ്. സമയം 10:46. മോദിയുടെ ലീഡ് 436. നോക്കൂ, കെ സുരേന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കെ സുരേന്ദ്രൻ പിന്നിലായിരിക്കുന്നു. അവിടെ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 1,00,000-ലേക്ക് അടുക്കുന്നു. ആനി രാജയും പിന്നിലായിരിക്കുന്നു. അതേസമയം തന്നെയാണ് വളരെ മൂന്നാമതാണ് കെ സുരേന്ദ്രൻ മൂന്നാമത് തന്നെയാണ്. സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും ഏക പ്രതീക്ഷയായി മാറുന്നു. ഗുജറാത്തിൽ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നിലാണ്. പഠാനിൽ ചന്ദ്രൻജി തലാജി ഠാക്കൂർ 17,315 വോട്ടിന്റെ ലീഡ് നിലനിർത്തുന്നു. 33,000 വോട്ടിന്റെ ലീഡിൽ നിന്നാണ് വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ലീഡ് 436 ചുരുങ്ങിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വാരണാസിയിലും ശക്തമായ മത്സരം നടക്കുന്നു. ഇന്നേ വരെ നാം കേട്ടിട്ടില്ല മോദിക്ക് 408 വോട്ടിന്റെ ലീഡ്. കോട്ടയത്ത് UDF-ന്റെ ലീഡ് 18,817 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനം നേമത്തെ മണ്ഡലത്തിലെ വോട്ടുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 17,561 വോട്ടുകളായി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ലീഡ് ഉയർന്നിരിക്കുന്നു കാസർഗോഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ 73,216 വോട്ടുകൾ നേടിയപ്പോൾ നോക്കൂ, ഇത് വളരെ ചെറിയ വോട്ടുകളെ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ 9 ഇരട്ടി വോട്ടുകൾ എണ്ണാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇത് നോക്കൂ, അവിശ്വസനീയം. 265, 284, കേവലം 11 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ വരവ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് അരസിയൽ കാവ്യമായി എഴുതപ്പെടുന്നു. ഇത് രാഹുൽ ഗാന്ധിയുടെ തേരോട്ടമാണ്. രാഹുലിന്റെ വേവ്, തേജസ്വിയുടെ വേവ്, ഇന്ത്യയുടെ വേവ് ഇന്ത്യ മുന്നണി കണ്ടെത്തി. വാരണസിയിലെ നരേന്ദ്രമോദിയുടെ ലീഡ് 33,000 ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തിരിച്ച് വീണ്ടും കേരളത്തിലേക്ക് പോയാൽ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ലീഡ് 17,561 17,561. തുടർച്ചയായ 2ാം വിജയത്തിലേക്കാണോ പോകുന്നത്? ഇനിയും ഒരു 9 ഇരട്ടി വോട്ട്, അതായത് 1,00,000-ലേറെ വോട്ടുകൾ മാത്രമേ എണ്ണി കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും 9,00,000-ലേറെ വോട്ടുകൾ ഉണ്ട് എണ്ണാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അന്തിമമായി ഒന്നും പറയാറായിട്ടില്ല എങ്കിലും ഇപ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മുന്നിൽ നിൽക്കുകയാണ്. UP-യിൽ സമാജ്വാദി പാർട്ടി മുന്നേറുകയാണ്. 36 സൂചനകൾ, ഇന്ത്യയുടെ സൂചനകൾ UP-യിൽ നിന്ന് വരുന്നു. അവിടെ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും തേരോട്ടം. 60 സീറ്റുണ്ടായിരുന്ന BJP-ക്ക് 34 സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വരുന്നു. അവിടെ ലീഡ് 21,435 വോട്ടുകളാണ്. വടകരയിൽ ഏകദേശം ഷാഫി പറമ്പിൽ ഉറപ്പിച്ച മട്ടാണ് 4,00,000-നോട് അടുക്കുന്നു. 3 റൗണ്ടുകൾ പിന്നിടുമ്പോൾ ഇനി അത് തിരിച്ചുപിടിക്കുക. വടകരയിൽ നമ്മൾ ഒരു ഫോട്ടോ ഫിനിഷാണ് വിചാരിച്ചിരുന്നത്. അതിനുമപ്പുറമാണിത്. ഇത് അതിനുമപ്പുറമാണ്. UP-യിൽ നോക്കൂ, BJP 35,
SP 34, കോൺഗ്രസ് 8 എന്ന് പറഞ്ഞാൽ 34 8 42 സീറ്റുകളിൽ ഇത്തവണ NDA ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. കേരളത്തിലേക്ക് വരൂ. കേരളത്തിൽ NDA 2 സീറ്റിൽ, LDF 1 സീറ്റിൽ. തൃശൂരിൽ സുരേഷ് ഗോപി 27,852 വോട്ടുകൾക്ക് മുന്നിൽ 27852. ആദ്യഘട്ടം മുതൽ തന്നെ വ്യക്തമായ ലീഡ് നിലയിൽ മുന്നേറുകയാണ് സുരേഷ് ഗോപി. 2000 വോട്ട് കൂടി തരട്ടെ, 30,000 ആയി സുരേഷ് ഗോപി. 30,000. ഓക്കെ, അപ്പോ 30,000 കൂടട്ടെ. തൃശ്ശൂരിങ് എടുക്കട്ടെ. രാജീവ് ചന്ദ്രശേഖർ 5773 വോട്ടുകൾക്ക് മുന്നിൽ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 1 ലക്ഷം കടന്നിരിക്കുന്നു. 1,40,040 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ കാണുന്നത്. പാലക്കാട് ശ്രീകണ്ഠന്റെ ലീഡ് 25,000 കടന്നിരിക്കുന്നു. സ്മൃതി പിന്നിലായിരിക്കുന്നു. ഈ സ്മൃതി മുന്നിലാവുകയും സ്മൃതി പിന്നിലാവുകയും. എത്രയാണ് സ്മൃതി? സ്മൃതി ഇറാനി 19,177 വോട്ടുകൾക്ക് കിഷോരിലാൽ ശർമ്മ എന്ന അന്ന് രാഹുൽ ഗാന്ധിയുടെ ഒപ്പം സഞ്ചരിച്ച സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് പിന്നിലാവുന്നു. സ്മൃതി ഇറാനി വിസ്മൃതിയിലാവുന്നു. ഷാഫി ലീഡ് 25,000 കടത്തിയിരിക്കുകയാണ്. 1,00,000 കടന്നിരിക്കുന്നു. 268 വോട്ട്. ഷാഫി പറമ്പലിന്റേത് 25,000 കടന്നപ്പോൾ കെ സുധാകരന്റെ ലീഡ് 22,871 വോട്ടുകളും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിന്റെ ലീഡ് 74,128 വോട്ടുകളും ഷാഫിയുടെ ലീഡ് 26,363 വോട്ടുകൾക്കും കൊടിക്കുന്നിലിന്റെ ലീഡ് 5,979 വോട്ടുകളുമാണ്. ഏറ്റവും പ്രധാനം ഷാഫി പറമ്പലിന്റെ ലീഡാണ്. 26,363 വോട്ടുകൾക്ക് ഇപ്പോൾ ഷാഫി പറമ്പൽ വടകരയിൽ ലീഡ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വടകരയിലെ ഷാഫി. കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന് വലിയ തിരിച്ചടി. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് 21,435 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. UDF ഇതിനകം 95,341 വോട്ടുകൾ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. പ്രാഥമിക റൗണ്ടുകളിലെ കണക്ക് മാത്രം വെച്ച് 21,435 വോട്ടിന്റെ ലീഡിൽ ഫ്രാൻസിസ് ജോർജ്. യുപിയിൽ കോൺഗ്രസിന്റെ 3 സീറ്റുകളുടെ ലീഡ് 50,000 കടന്നു. 1,00,000 പിന്നിട്ടിരിക്കുന്നു. മാവേലിക്കരയിൽ മാവേലിക്കരയിൽ കൊടിക്കുന്നിലിന്റെ ലീഡ് 8,886 വോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കെ രാധാകൃഷ്ണൻ മുന്നിലാണെങ്കിൽ പോലും കേരളത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാനായില്ല. ഭരണവിരുദ്ധ വികാരമല്ല, ദേശീയ സാഹചര്യമായിരിക്കാം കാരണം. ഫലം വന്ന ശേഷം പ്രതികരിക്കാമെന്ന് കെ രാധാകൃഷ്ണൻ പറയുന്നു. പക്ഷേ കെ രാധാകൃഷ്ണൻ ഇപ്പോഴും ലീഡ് തുടരുകയാണ്. ചെറിയ ലീഡാണ്. കെ രാധാകൃഷ്ണന്റെ ആലത്തൂരും കൊടിക്കുന്നിലിന്റെ മാവേലിക്കരയും ഇരുവരും 10,000-ൽ താഴെ ലീഡ്. പ്രകാശം വളരെ കുറവാണ്. ജോയിക്ക് തിരിച്ചു വരാവുന്ന സാഹചര്യം മാത്രമാണ് ആറ്റിങ്ങലിൽ. അതായത് അരുൺ, ഇങ്ങനെ നമുക്ക് വിലയിരുത്താമോ? അതായത് LDFന് പ്രതീക്ഷിക്കാവുന്ന 3 മണ്ഡലങ്ങൾ ആലത്തൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര. ഈ 3 മണ്ഡലങ്ങളായി മാറുന്നു. ബാക്കി എല്ലാ മണ്ഡലങ്ങളും കൈവിട്ടു. അതായത് സുരേഷ് ഗോപിയുടെ ലീഡ് 29,226 വർദ്ധിച്ചിരിക്കുന്നു. അതെ, ലീഡ് സുരേഷ് ഗോപിയുടെ ലീഡ് 29,226. കൺസിസ്റ്റന്റ് ആയി 2ാം സ്ഥാനത്തുള്ളത് VS സുനിൽകുമാർ തന്നെ. പരമാവധി LDF നിലവിൽ സീറ്റ് നേടിയാൽ 3 സീറ്റുകൾ വരെ. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ ലീഡ് 20,000 കടന്നിരിക്കുന്നു. 20,285 വോട്ടുകളായി ആലപ്പുഴയിലെ KC വേണുഗോപാലിന്റെ ലീഡ്. സുരേഷ് ഗോപിയുടെ ലീഡ് വീണ്ടും 30,000 കടന്നിരിക്കുന്നു. 30,284 വോട്ടുകൾക്ക് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ലീഡ് ഉയർന്നു. സുരേഷ് ഗോപിയുടെ വോട്ട് നില കൂടുന്നു. വടകരയിലെ ഷാഫി പറമ്പലിന്റെ ലീഡ് 27,031 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു. കൈവിട്ടു ടീച്ചർ, വടകര കൈവിട്ടു. മാവേലിക്കരയിൽ നോക്കണ്ട. 8,886 കൊടിക്കുന്നിൽ സുരേഷ് ലീഡിംഗ്. മാവേലിക്കരയിൽ ലീഡ് ചെയ്യുന്നു. ഇനി അവശേഷിക്കുന്ന 2 പ്രതീക്ഷകൾ, ഒന്ന് ആലത്തൂരും മറ്റൊന്നാറ്റിങ്ങലും. പാലക്കാട് UDFന്റെ ലീഡ് 27,857 ഉയർന്നിരിക്കുന്നു. പാലക്കാട് UDFന്റെ ലീഡ് 27,857. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 1,12,365. സമദാനിയുടെ ലീഡ് പൊന്നാനിയിൽ 50,000 കടന്നിരിക്കുന്നു. 50,997. വയനാട്ടിൽ 1,00,000 കടത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി ലീഡ്. 1,12,365 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. പാലക്കാട് UDFന്റെ ലീഡ് 27,857. ET മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് ലീഡ് ചെയ്യുന്നത് 76,092 വോട്ടുകൾക്കാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിന്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. പൊന്നാനിയിൽ സമദാനിയുടെ ലീഡ് 58,552 ആയിരിക്കുന്നു. പൊന്നാനിയിൽ സമദാനിയുടെയും വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു.
കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗ് വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആറ്റിങ്ങലിൽ അട്ടിമറി ഉണ്ടാകുമോ? ആറ്റിങ്ങലിൽ ലീഡ് 1000-ന് താഴെയായി നിൽക്കുകയാണ്. 908 മാത്രമാണ് അടൂർ പ്രകാശ്. അതിശക്തമായ പോരാട്ടമാണ് അടൂർ പ്രകാശും വി ജോയും തമ്മിലുള്ളത് എന്നാണ് നമ്മൾ കാണേണ്ടത്. കോട്ടയത്തെ ലീഡ് ഉയർത്തിയിരിക്കുന്നു UDF 22,293 വോട്ട്, 22,923 വോട്ടുകൾക്കാണ് കോട്ടയത്ത് UDF ഇപ്പോൾ മുന്നിലെത്തി നിൽക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ ലീഡ് വീണ്ടും ഉയരുന്നു. 4,00,000 കടന്നിരിക്കുന്നു. 26,798 വോട്ടുകൾക്കാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ മുന്നിൽ നിൽക്കുന്നത്. തെലങ്കാനയിൽ BJP തന്നെയാണ് മുന്നിൽ. BJP 9 സീറ്റുകളിലും കോൺഗ്രസ് 4 സീറ്റുകളിലുമാണ് ഇപ്പോൾ തെലങ്കാനയിൽ മുന്നിൽ നിൽക്കുന്നത്. 30,000 വോട്ടുകൾക്ക് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ 11:30 സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണും. തൃശൂർ സുരേഷ് ഗോപി ഇങ്ങെടുത്തു. ഇനി മണിമുറ്റത്താവണിപ്പന്തൽ അല്ലേ? അതെ, സ്റ്റെപ്പൊക്കെ പഠിച്ചു വെച്ചോ. മണിമുറ്റത്താവണിപ്പന്തൽ എന്നുള്ളതാണ്. പക്ഷേ ഉത്തർപ്രദേശിൽ ഒരു പന്തലും ഇല്ല എന്നുള്ളതും കൂടിയുണ്ട്. ആ കഥ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. തൃശൂരിൽ പന്തലിട്ടു പറഞ്ഞാൽ എടുത്തിരിക്കും അമ്പാനെ. ഉത്തർപ്രദേശിൽ പോയി. കണക്കുകൾ നമ്മളോട് പറയുന്ന കഥ ഇതാണ്. ഇടുക്കി ലീഡ് ചെയ്യുന്നു. പഞ്ചാബ്